അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖ. മുഅ്മിനീങ്ങളിൽ വെച്ച് ഈമാനാൽ പരിപൂർണമായവർ അതാരാണ്? അഹ്സനുഹും അഖ്ലാഖ, അവരിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സ്വഭാവത്തിന്റെ ഉടമകളാണ്. ശേഷം പറയുന്നു, വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമന്മാർ, ഏറ്റവും ഖൈറായവരാരാണ്? ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും സുന്ദരമായ രീതിയിൽ പെരുമാറുന്നവരാണ്. എന്നാൽ പലരും നാട്ടുകാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ഏറ്റവും സുന്ദരമായ രീതിയിൽ പെരുമാറേണ്ട അവന്റെ ഭാര്യയോടും മക്കളോടും കുടുംബക്കാരോടുമൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നവരുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നം, അതുപോലെ തന്നെ ഉപ്പയും മക്കളും ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ. ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ കാരണം സന്തോഷകരമായ ജീവിതം ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഇതിനുള്ള പ്രതിവിധി എന്താണ്? ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാനാവും? വീട്ടിൽ കയറുന്ന സമയത്ത് ചില മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ പാലിക്കാത്തതാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. ഇനി പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങൾ വീട്ടിൽ കയറുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വീട്ടിൽ ഒരു പ്രശ്നവും ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ ഉപ്പയും മക്കളും തമ്മിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾക്കറിയാം, ബിസ്മി ചൊല്ലാതെ ഒരാൾ വീട്ടിൽ കയറിയാൽ അവന്റെ കൂടെ ആരും കയറും? പിശാചും കയറും. അവന്റെ കൂടെ പിശാച് കയറി കഴിഞ്ഞാൽ തീർച്ചയാണ് ആ കുടുംബങ്ങൾക്കിടയിൽ അവന്റെയും അവന്റെ ഭാര്യന്റെയും ഇടയിൽ, അതല്ലെങ്കിൽ അവന്റെയും അവന്റെ മക്കളുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് തീർച്ചയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അവൻ ഉണ്ടാക്കി തരും. കാരണം ഇവൻ ബിസ്മി ചൊല്ലാതെ വീട്ടിൽ കയറിയത് കൊണ്ട് ഇവന്റെ കൂടെ പിശാചും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിസ്മി ചൊല്ലാൻ മറക്കരുത്. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശമാണ്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, നീ നിന്റെ അഹ്ലുകാരുടെ മേൽ പ്രവേശിച്ചാൽ നീ സലാം പറയണം. നിന്റെ വീട്ടുകാരുടെ മേലിൽ നീ പ്രവേശിച്ചാൽ നീ സലാം പറയണം. എന്നാൽ യകുൻ ബറക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും വലിയ ബറക്കത്താണ് എന്ന്. അപ്പൊ രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം സലാം പറയുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആരുമില്ലെങ്കിലും സലാം പറയണം. അതെങ്ങനെയാണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് അതിന്റെ രൂപം. ഇനി ഈ പറയുന്ന കാര്യം നാം പതിവായി കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയാണ് നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബക്കാരുടെ ഇടയിൽ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. മഹാനായ സയ്യിദുന അൽ ഹബീബ് അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലിപ്പതിവാക്കേണ്ട ദിക്റുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. യംബഗി ലിമൻ അറാദ ദുഖൂല ഇലാ ബൈത്തിൻ അൻ യുസല്ലിമ, വീട്ടിൽ പ്രവേശിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ആദ്യം സലാം പറയണം. എന്നിട്ട് സലാം പറഞ്ഞതിന് ശേഷം അവൻ പറയുക, അസ്സലാമു അലൈനാ മിൻ റബ്ബിന തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ ത്വയ്യിബ. ശേഷം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെ പരിചയമുള്ളതാണല്ലോ, തഹിയ്യാത്തിൽ ഓതുന്നതല്ലേ. അതുപോലെ തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്നതാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് ചൊല്ലിയതിന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ഒരു പ്രാവശ്യവും ഓതുക. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഫഇന്ന മൻ വാളബ അലാ ദാലിക, ആരെങ്കിലും ഇത് പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു ഉൽഫത്തൻ ബൈനഹു വബൈന അഹ്ലി ദാലിക്കൽ ബൈത്ത്, അവന്റെയും അവന്റെ വീട്ടുകാരുടെയും ഇടയിൽ ഇണക്കവും പൊരുത്തവും ഇത് കാരണമായി ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല വവസ്സഅല്ലാഹു അലൈഹി വഅലാ ജിറാനിഹി എന്നാണ്. അവന്റെയും അവന്റെ അയൽവാസികളുടെയും ഇടയിൽ അള്ളാഹു വലിയ വിശാലത ഈ ദിക്റിന്റെ കാരണമായി നൽകുമെന്നാണ്. അതുകൊണ്ട് തന്നെ നാം വീട്ടിൽ കയറുന്ന സമയത്ത് ഈ പറയപ്പെട്ട മര്യാദകൾ
ഓരോന്നായി തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കുടുംബത്തോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതം ആസ്വദിക്കാൻ പറ്റും. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇന്നു മുതലൊന്ന് പരീക്ഷിച്ചു നോക്കി, തീർച്ചയായിട്ടും ഫലം കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ ഇണക്കവും പൊരുത്തവും നൽകി സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.